നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ കോടികളുടെ ഭൂമി ഇടപാട് നടത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം SIT കണ്ടുപിടിച്ചു. ഫ്ളാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളാണ് SIT പിടിച്ചെടുത്തത്. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും SIT പരിശോധന നടത്തി. ഇവിടെ വെച്ചാണ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചത്. പ്രത്യേക അന്വേഷണ സംഘ തലവനായ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. അന്വേഷണ സംഘം ഓരോ നീക്കങ്ങളും വളരെ രഹസ്യമായാണ് നടത്തുന്നത്. തെളിവെടുപ്പ് ഇന്നും തുടരുന്നുണ്ട്. പോറ്റിയുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ SIT അന്വേഷിക്കുന്നു. പോറ്റിയെ ബംഗളൂരു, ചെന്നൈ, ബെല്ലാരി എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് സംബന്ധിച്ച രേഖകൾ SIT പിടിച്ചെടുത്തു. ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് പിടിച്ചെടുത്തത്. ഇത്രയും വലിയ ഭൂമി ഇടപാടുകൾ പോറ്റി എങ്ങനെ നടത്തി, അതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് ലഭിച്ചു എന്നീ കാര്യങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്കും നൽകിയിരുന്നു. രമേശ് റാവുവിനെ മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതെന്നും SIT കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു. വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഏകദേശം 22 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് വിവരം. ഈ സ്വർണം എവിടെ നിന്ന് കിട്ടിയെന്നറിയാൻ പരിശോധന നടത്തും. ഈ സ്വർണ്ണാഭരണങ്ങൾ ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണവുമായി ബന്ധപ്പെട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. നിരവധി നിക്ഷേപം പോറ്റി നടത്തിയിട്ടുണ്ട്. സ്വന്തം പേരിലും പങ്കാളികളായ രമേശ് റാവുവിന്റെയും ഭാര്യയുടെയും പേരിലും ഭൂമിയും കെട്ടിടവും എല്ലാം വാങ്ങിയിട്ടുണ്ട്. പലിശ ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് SIT അന്വേഷണം നടത്തുന്നത്. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നത് എന്ന് കരുതുന്ന 400 ഗ്രാം സ്വർണം കർണാടക ബെള്ളാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഇയാളുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ബെള്ളാരിയിലെ റൊഡാം ജുവൽസ് ഉടമ ഗോവർദ്ധന് സ്വർണം വിറ്റു എന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 400 ഗ്രാം സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശനിയാഴ്ച രാത്രി വൈകിയും പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചെന്നൈയിലും ബംഗളൂരുവിലും സംഘം പരിശോധന നടത്തി. പോറ്റിയുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ SIT അന്വേഷിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പോറ്റിയെ ബംഗളൂരു, ചെന്നൈ, ബെല്ലാരി എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന രാത്രി 10 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. ഈ പരിശോധനയിലാണ് പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി നിർണായക രേഖകൾ കണ്ടെടുത്തത്. ഇത്രയും വലിയ ഭൂമി ഇടപാടുകൾ പോറ്റി എങ്ങനെ നടത്തി, അതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് ലഭിച്ചു എന്നീ കാര്യങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പണിക്കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കണ്ടെടുക്കേണ്ടത്. ചെമ്പുപാളിയിൽ സ്വർണം പതിക്കുന്നതിനോ പൊതിയാൻ വേണ്ടിയോ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതാണ് ഈ 109 ഗ്രാം സ്വർണം. ദേവസ്വം ബോർഡിന്റെ അപ്രൈസർമാരെ ഉൾപ്പെടെ കൂട്ടിയാണ് പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. ഈ സ്വർണം വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധനെ എത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും പൂശലിനു ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയത്. ഇതുവഴി നേടിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന വിവരവും SITക്ക് ലഭിച്ചു കഴിഞ്ഞു. പോറ്റിയുടെ വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. ഗോവർദ്ധനുമായി പോറ്റിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തി. പ്രത്യേക അന്വേഷണ സംഘ തലവനായ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. അന്വേഷണ സംഘം ഓരോ നീക്കങ്ങളും വളരെ രഹസ്യമായാണ് നടത്തുന്നത്. പോറ്റിയുടെ കസ്റ്റഡി ഈ മാസം 30-ന് അവസാനിക്കും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ തെളിവെടുപ്പ് തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പണിക്കൂലിയായി വാങ്ങിയ 106 ഗ്രാം സ്വർണം തിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള തിരക്കിട്ട നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് SIT. ഇന്നലെ രാത്രി ഏറെ വൈകിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധനകൾ നടന്നു. പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഇന്നലെ പരിശോധന നടത്തിയത്. തെളിവെടുപ്പ് ഇന്നും തുടരും.
2019 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 6 കൊല്ലത്തോളമായതിനാൽ അന്ന് കാണാതായ രീതിയിൽ തന്നെ സ്വർണം വീണ്ടെടുക്കുന്നത് പ്രായോഗികമല്ല എന്ന നിഗമനത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. സ്വർണത്തിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം എന്നതിനാൽ കാണാതായ സ്വർണത്തിന് തത്തുല്യമായ അളവിലുള്ള സ്വർണം വീണ്ടെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. അന്വേഷണത്തിൽ പരമാവധി രഹസ്യ സ്വഭാവം പരിശോധനാ സംഘം സൂക്ഷിക്കുന്നതിനാൽ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ താമസം നേരിടുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.